നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് ഡൽഹി മെട്രോയിലാണ് കേട്ടോ. ഇവിടുന്ന് നേരെ പോകുന്നത് ഇന്ത്യയിലെ ചരിത്ര വിസ്മയമായ ജമാ മസ്ജിദ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ യാത്രയിൽ നിങ്ങളും കൂടെ പോരൂ. ലെറ്റ്സ് ഗോ. മെട്രോ സ്റ്റേഷന്റെ അടുത്ത് തന്നെയാണ് ജമാ മസ്ജിദ്. ഈ കാണുന്നതാണ് ചരിത്ര വിസ്മയം. ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയുടെ ഹൃദയഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പഴയ ഡൽഹിയുടെ തിരക്കിനിടയിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു വിസ്മയം തന്നെയാണ് ജമാ മസ്ജിദ്. 1644 നിർമ്മാണം ആരംഭിച്ച് 1656 പൂർത്തിയായ ഈ മഹത്തായ പള്ളി മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ നിർമ്മിച്ചതാണ്. ജമാ മസ്ജിദ് അദ്ദേഹത്തിന്റെ അവസാനത്തെ മഹത്തായ വാസ്തുശില്പ സൃഷ്ടികളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ചുവന്ന മണൽക്കല്ലും വെളുത്ത മാർബിളും ചേർന്ന് നിർമ്മിച്ച ഈ പള്ളിക്ക് 3 വലിയ കവാടങ്ങളും 2 ഉയരമേറിയ മിനാരങ്ങളും 3 മനോഹരമായ ഗുബന്തുക്കളും ഉണ്ട്. ഏകദേശം 25,000 പേർക്ക് ഒരേ സമയം ഇവിടെ നമസ്കരിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ചരിത്ര പ്രസിദ്ധമായ പള്ളികളിൽ ഒന്നായി ഇത് അറിയപ്പെടുന്നു. ജമാ മസ്ജിദിന്റെ യഥാർത്ഥ പേര് മസ്ജിദ് ഇ ജഹാൻ നുമാ എന്നാണ്. അതിന്റെ അർത്ഥം ലോകത്തെ പ്രതിഫലിപ്പിക്കുന്ന പള്ളി എന്നാണ്. കാലക്രമേണ ജനങ്ങൾ ഇതിനെ ജമാ മസ്ജിദ് എന്ന് വിളിക്കാൻ തുടങ്ങി. ഈ കാണുന്ന പള്ളിയുടെ മുകളിലത്തെ മിനാരത്തിലേക്ക് കയറിയാൽ പഴയ ഡൽഹിയുടെ അതിമനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാം. തൊട്ടു മുന്നിൽ തന്നെ റെഡ് ഫോർട്ട് കാണാം. ചുറ്റും ചരിത്ര പ്രസിദ്ധമായ ചാന്ദിനി ചൗക്ക് വിപണിയും പഴയ ഡൽഹിയുടെ സാംസ്കാരിക ജീവിതവും നിറഞ്ഞു നിൽക്കുന്നു. നൂറുകണക്കിന് വർഷങ്ങൾ പിന്നിട്ടിട്ടും ജുമാ മസ്ജിദ് ഇന്നും ആരാധനയ്ക്കും പൈതൃക സഞ്ചാരത്തിനും ഒരുപോലെ പ്രാധാന്യമുള്ള ഇടമാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് സന്ദർശകർ ദിവസേന ഇവിടെ എത്തുന്നു. ഡൽഹി സന്ദർശിക്കുമ്പോൾ ചരിത്രവും ആത്മീയതയും മുഗൾ വാസ്തുശില്പത്തിന്റെ ഭംഗിയും ഒരുമിച്ച് അനുഭവിക്കണമെങ്കിൽ ജമാ മസ്ജിദ് നിങ്ങളുടെ യാത്രാ പട്ടികയിൽ തീർച്ചയായും ഉണ്ടായിരിക്കണം. ചരിത്രം പറയുന്ന ഓരോ കല്ലും ഇന്നും ഡൽഹിയുടെ മഹത്വം വിളിച്ചു പറയുന്ന ഇടം. അതാണ് ജമാ മസ്ജിദ്. ഒരിക്കലും യാത്രയിൽ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ചരിത്രപ്രസിദ്ധമായ ചരിത്ര വിസ്മയം തന്നെയാണ് ജമാ മസ്ജിദ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ്. നന്ദി.